Final accounts of a sole trader with GST set of adjustment. നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ് അതിൽ GST സെറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയതാണ്. അപ്പോൾ സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചിട്ടില്ലാത്തവർ പ്രീവിയസ് വീഡിയോസ് കണ്ട് അത് നന്നായിട്ട് പഠിച്ച് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് GST ആണ്. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെയാണ് നമ്മൾ GST എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? അപ്പോൾ GST നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അത് ഇപ്പോഴും നിലവിലുണ്ട്. GST വന്നിട്ടും നിലവിലുണ്ട്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് നമ്മൾ നേരിട്ടാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ആക്ച്വലി ആ പ്രൊഡക്റ്റും നമ്മൾ ടാക്സും കൂടെ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നമ്മൾ ആർക്കാണ് ടാക്സ് കൊടുത്തത്? കടക്കാരനാണ് ടാക്സ് കൊടുത്തത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് എവിടേക്കാണ് എത്തിച്ചേരുക? ഗവൺമെന്റിലേക്കാണ് ആ ടാക്സ് എത്തിച്ചേരുക. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുത്തില്ല, പക്ഷേ നമ്മൾ ടാക്സ് കൊടുത്തത് ഗവൺമെന്റിന് തന്നെയാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് പണ്ട് GST വരുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെന്റിൻ്റെത് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സുകൾ ചാർജ് ചെയ്തിരുന്നു. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സുകൾ ചാർജ് ചെയ്തിരുന്നു. GST വന്നതിന് ശേഷം ഇതെല്ലാം ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റി. അതായത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മളിങ്ങനെ പല ഇതിലായിട്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ ടാക്സിലേക്ക് മാറി. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിലർക്ക് വിൽക്കുമ്പോൾ മാനുഫാക്ചറർ അത് വിൽക്കുന്നതിന് ഒരു ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരും. അപ്പൊ ആ ടാക്സ് ചാർജ് ചെയ്തിട്ടാണ് മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ദെൻ ഹോൾസെയിലറും ഇതേപോലൊരു ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹോൾസെയിലർ റീറ്റെയിലർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ആ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് അതുമ്പോൾ ചാർജ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് അങ്ങോട്ടേക്ക് റീറ്റെയിലർക്ക് വിൽക്കുന്നത്. ദെൻ റീറ്റെയിലറും ഇതുപോലെ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റീറ്റെയിലറും സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് കൺസ്യൂമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൺസ്യൂമറിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുമ്പോഴേക്കും പല സ്റ്റേജസ് ആയിട്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. GSTയിൽ അങ്ങനെയല്ല, അത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ഇങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് കളക്ട് ചെയ്യലില്ല. So it is a destination based indirect tax levied on the consumption of goods and services. ഒറ്റ ടാക്സ് അത്രയേ ഉള്ളൂ. ഇങ്ങനെ പല പല സ്റ്റേജസ് ആയിട്ട് ടാക്സ് ഇല്ല. So GST can be CGST, SGST, UTST and IGST. GST നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് CGST, SGST, UTST and IGST അങ്ങനെയൊക്കെയാണ്. Then എന്താണ് CGST? സെൻട്രൽ GST ഈസ് ലെവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ CGST എന്ന് പറയുന്നത് സെൻട്രൽ GST ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് ചാർജ് ചെയ്യുന്നത് ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. അപ്പൊ എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത് വാങ്ങുന്നത്? ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗുഡ്സോ സർവീസസോ അല്ലെങ്കിൽ രണ്ടും തന്നെയോ ഓർ ബോത്ത് അതിന്റെ സപ്ലൈക്കാണ് സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് CGST. ഇനി SGSTയിലേക്കും UTGSTയിലേക്കും വരുമ്പോഴോ SGST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് GST ആണ്. അതും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. അതും ചാർജ് ചെയ്യുന്നത് അത് സ്റ്റേറ്റ് ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ UTST ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ചാർജ് ചെയ്യുന്നു. ഇതും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് ചാർജ് ചെയ്യുന്നത്. ദെൻ ഇനി IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് GST. ഇതും സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ്. പക്ഷേ മാറ്റം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് മാറ്റം എന്ന് പറയുന്നത് ഫോർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇവിടെ ടാക്സ് ലെവി ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ്, അതായത് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴാണ് IGST ചാർജ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്താണ് ഈ GST എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് ഇവിടെ GSTയുടെ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് നടത്തണം. GST സെറ്റ് ഓഫ് നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണല്ലോ വിൽക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസമേലും നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ വാങ്ങി വെച്ചു, അപ്പം നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ
അതേ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ ആ വിറ്റതിന് നമ്മൾ ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അടക്കേണ്ടുന്ന എമൗണ്ട്, ബാക്കി നമ്മൾ എത്ര അടക്കണം എന്നുള്ളത് ഈ രണ്ട് എമൗണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതൊന്നും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, അതായത് നമ്മളിപ്പോ 10,000 റുപ്പീസിന് ഒരു ഏതെങ്കിലും കടയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. നമ്മളൊരു ബിസിനസ്സുകാരാന്ന് വിചാരിക്കുക. നമ്മൾ 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. ദെൻ അതിന്റെ കൂടെ 5% GST ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 5% GST കൊടുത്തു. അപ്പൊ നമ്മൾ എത്ര രൂപ കൊടുത്തു? 10,000ന്റെ കൂടെ 5% GSTയും കൂടെ കൂട്ടിയിട്ട് 10,500 റുപ്പീസ് കൊടുത്തു. ദെൻ ഇനി നമ്മുടെ സെയിൽസ് ആ പ്രാവശ്യം നടന്നിട്ടുള്ളത് 15,000 റുപ്പീസിനുള്ള ക്യാഷ് സെയിൽ നടന്നിട്ടുണ്ട്. ദെൻ അതുമൂലം നമുക്ക് എന്ത് കിട്ടും? 5% GST നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങും. സോ നമുക്ക് ഈ 15,000ന്റെ കൂടെ അതിന്റെ 5% GST എന്ന് പറയുമ്പോൾ 750, അങ്ങനെ ടോട്ടൽ നമുക്ക് 15,750 വന്നു. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 500 രൂപ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ടാക്സിന്റെ ലയബിലിറ്റി എന്ന് സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയതുമ്പോൾ നമ്മൾ ടാക്സ് ഗവൺമെന്റിന് അടക്കണം. നമ്മുടെ ലയബിലിറ്റി ഇപ്പൊ വന്നിരിക്കുന്നത് 750. അപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ 500 കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ലയബിലിറ്റി 750. അപ്പൊ നമ്മൾ ഈ ഡിഫറൻസ്, അതായത് 750ഉം 500ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇനി ബാക്കി നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതുള്ളൂ. അതിന് ഓൾറെഡി 500 നമ്മൾ അടച്ചു കഴിഞ്ഞു. അപ്പൊ 750 നമുക്കിപ്പോ ലയബിലിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ സെയിൽസ് നടത്തിയതുമ്പോൾ നമുക്ക് 5% എന്ന് പറയുന്നത് 750 രൂപ ലയബിലിറ്റി ആയിട്ട് വന്നു. പക്ഷെ അതിൽ ഓൾറെഡി 500 നമ്മൾ അടച്ചത് കൊണ്ട് ഇനി നമ്മൾ 250 റുപ്പീസ് കൊടുത്താൽ മതി. ദെൻ ആ സെറ്റ് ഓഫിന്റെ റൂൾസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നമുക്ക് അവിടെ ബാക്കി ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് എന്നാ പറയുക. അതുപോലെ സെയിൽസുമ വരുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നും പറയും. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫ് നടത്തിയാൽ മതി. അപ്പൊ സെറ്റ് ഓഫിന്റെ റൂളുകൾ നോക്കുക. ഔട്ട്പുട്ട് IGST ആണെങ്കിൽ നമ്മളിപ്പോ ഇന്റഗ്രേറ്റഡ് സെൻട്രൽ ടാക്സ് ആണ് IGST എന്ന് പറയുന്നത്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡിന്റെ പ്രത്യേകത ഇന്റർ സ്റ്റേറ്റ് സെയിൽസിനാണ്, അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ്, പല സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ വരുന്നതാണ് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സെയിൽസും കിട്ടിയിരിക്കുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് IGST എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ടാക്സ് അത് നമ്മൾ എത്രത്തോളം കൊടുക്കണം എന്നറിയാൻ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് തന്നെയല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തത് ഏതൊക്കെ കിടപ്പുണ്ടോ അതിന് ഏതൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം? ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ IGST കൊടുത്തതുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ ഇൻപുട്ട് CGST നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സെയിൽസ് നടത്തിയപ്പോൾ 10,000 ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ദെൻ നമ്മൾ ഓൾറെഡി ഒരു 3,000ഓ 4,000ഓ IGST നമ്മൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. CGST കൊടുത്തിട്ടുണ്ട് ഒരു 3,000. ദെൻ SGST കൊടുത്തിട്ടുള്ള ഒരു 3,000 എങ്കിൽ നമുക്ക് ഇതൊക്കെ ഏതിലേക്ക് എടുക്കാം? നമ്മൾ ഈ കൊടുക്കാനുള്ള 10,000ലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അടച്ചാൽ മതി. കാരണം ഈ പറഞ്ഞ 3,000കളൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 10,000ൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് ഇൻപുട്ട് IGST ഉപയോഗിക്കാം. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ പിന്നെ എന്നിട്ടും തികഞ്ഞില്ല എങ്കിൽ ഇൻപുട്ട് CGSTക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാം. തേർഡ് ഇൻപുട്ട് SGSTക്ക് സെക്കൻഡ് പ്രയോറിറ്റി കഴിഞ്ഞാൽ തേർഡ് പ്രയോറിറ്റി ഇൻപുട്ട് SGSTക്ക് കൊടുക്കാം. ഈ ഒരു പ്രയോറിറ്റിയിൽ നമുക്കിത് മൂന്നും ഉപയോഗിച്ചിട്ട്, അതായത് IGST ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽസിന്റെ ടാക്സ് കൊടുക്കാനായിട്ട് പർച്ചേസ് ചെയ്തതിലെ IGST ഉപയോഗപ്പെടുത്താം, CGST ഉപയോഗപ്പെടുത്താം, SGSTയും ഉപയോഗപ്പെടുത്താം. ദെൻ ഇനി ഔട്ട്പുട്ട് CGST എന്ന് പറയുമ്പോൾ CGSTയും സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ആണ്. പക്ഷെ എന്താ ഡിഫറൻസ്? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസുമ്മലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അവിടെയും ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ, കാരണം IGST നമുക്ക് ഉപയോഗിക്കാം, അത് പല സ്റ്റേറ്റുകളിലേക്കായിട്ടുള്ള സപ്ലൈ അല്ലെങ്കിൽ സെയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇൻപുട്ട് IGST ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇവിടെയും ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കണം. ദെൻ CGST സെറ്റ് ഓഫ് ചെയ്യാൻ സെക്കൻഡ് പ്രയോറിറ്റി ഇൻപുട്ട് CGSTക്ക് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്പുട്ട് SGST. SGSTയും ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൻ്റെതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നതാണ്. ഇവിടെയും സെറ്റ് ഓഫിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത് ഇൻപുട്ട് IGSTക്ക് തന്നെയാണ്. അവൈലബിൾ ആണെങ്കിൽ
നമുക്ക് IGSTയിൽ ഇനിയും ബാക്കി സെറ്റ് ഓഫ് ചെയ്യാൻ കിടപ്പുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമുക്ക് കൂടുതൽ എമൗണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എക്സസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതവിടെ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് IGST കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, സെക്കൻഡ് പ്രയോറിറ്റി ഇൻപുട്ട് SGSTക്ക് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു ഡിഫറൻസ് എന്താ കണ്ടുപിടിച്ചത്? IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് IGSTയും CGSTയും SGSTയും ഉപയോഗിക്കാം. then CGST സെറ്റ് ഓഫ് ചെയ്യാൻ IGSTയും ഉപയോഗിക്കാം, CGSTയും ഉപയോഗിക്കാം. SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് IGSTയും ഉപയോഗിക്കാം, SGSTയും ഉപയോഗിക്കാം. അപ്പൊ എന്താണ്? CGSTയും SGSTയും തമ്മിൽ പരസ്പരം സെറ്റ് ഓഫ് ഇല്ല. അതായത് CGST സെറ്റ് ഓഫ് ചെയ്യാൻ SGSTയും ഉപയോഗിക്കാൻ പാടില്ല, SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് CGSTയും ഉപയോഗിക്കാൻ പാടില്ല. then ഇനി നമുക്കതിന് ബാലൻസ് ഷീറ്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്, ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലുള്ളത് നമ്മളിപ്പോൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ആ പർച്ചേസ് ചെയ്തുള്ള ടാക്സ് ആണ് ഇപ്പോഴും കൂടുതൽ കിടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. then നമുക്ക് ഔട്ട്പുട്ട് ടാക്സ്, അതായത് ലയബിലിറ്റി ആയിട്ട്, അതായത് സെയിൽസിൻ്റെതാണ് കൂടുതൽ ടാക്സ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ഇനി കൊടുക്കണമല്ലോ. നമ്മൾ സെയിൽ നടത്തി, അപ്പൊ നമുക്ക് അതുമുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ലയബിലിറ്റി ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. നമുക്ക് GST സെറ്റ് ഓഫിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Assume a business has the following GST liabilities and input tax credits. ഇവിടെ തന്നിരിക്കുന്നത് GST ലയബിലിറ്റീസ് ഇന്നതൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തപ്പോൾ ടാക്സ് അടച്ചത് ഇത്രയൊക്കെ ഉണ്ട്. നോക്കൂ, ഔട്ട്പുട്ട് IGST 6 lakhs, then output CGST 1,20,000, output SGST 1,20,000. then ഇൻപുട്ടിലേക്ക് വരുമ്പോൾ IGST 6,50,000 ഉണ്ട്, CGST 80,000 ഉണ്ട്, SGST 80,000 ഉണ്ട്. ഷോ ദ സെറ്റ് ഓഫ് പ്രൊസീജിയർ. അപ്പൊ നമുക്ക് സെറ്റ് ഓഫ് പ്രൊസീജിയർ നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പഠിക്കുമ്പോൾ പറഞ്ഞു സെറ്റ് ഓഫിൽ ഒരു പ്രത്യേകത ഉണ്ട്. IGST ഉപയോഗിച്ചിട്ട് ആരെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം? IGST ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാം അവൈലബിൾ ആണെങ്കിൽ, അതായത് എമൗണ്ട് പിന്നെയും ബാക്കി കിടപ്പുണ്ടെങ്കിൽ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം ഔട്ട്പുട്ട് IGST എത്രയുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് പർട്ടിക്കുലേഴ്സ് കോളം, ദെൻ IGSTക്ക് ഒരു കോളം, CGSTക്ക് ഒരു കോളം, SGSTക്ക് ഒരു കോളം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ടുകൾ നമ്മൾ നോക്കൂ, ക്രെഡിറ്റ് തന്നിരിക്കുന്നത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടുന്ന ലയബിലിറ്റീസ് എത്രയുണ്ട്? IGST 6 lakhs ഉണ്ട്, CGSTയും SGSTയും 1,20,000 വീതം. നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ലയബിലിറ്റി വരും. നമുക്ക് ബ്രാക്കറ്റിലിട്ട് എഴുതാം. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിലിട്ടിട്ട് ചെയ്യുക. അപ്പൊ ഇത് നമുക്കത് ലയബിലിറ്റി ആണ്, അപ്പോൾ ബ്രാക്കറ്റിലിടുക. നമുക്ക് IGST 6 lakhs ഉണ്ട്, CGST 1,20,000 ഉണ്ട്, then SGST 1,20,000 ഉണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് ഓഫ് പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ IGST ഉപയോഗിച്ചിട്ട് നമുക്ക് IGSTയുടെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുക ഔട്ട്പുട്ട് IGSTയേക്കാൾ കൂടുതൽ ഉണ്ടോ ഇൻപുട്ട് IGST എന്നുള്ളത്. അതായത് ഔട്ട്പുട്ട് IGST എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടുന്ന IGST അതിനേക്കാൾ കൂടുതലുണ്ടോ നമ്മൾ ഇൻപുട്ട് IGST ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ IGST എന്നുള്ളത് നോക്കുക. അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ഓഫ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഇൻപുട്ട് IGST കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്കൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ മാറ്റി വെക്കാനില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാത്തിൻ്റെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഔട്ട്പുട്ട് IGST ആണ് 6 lakhs ഉള്ളൂ, പക്ഷെ ഇൻപുട്ട് IGST 6,50,000 ഉണ്ട്. അപ്പൊ നമുക്ക് എക്സസ് ഉണ്ട്, കാരണം 50,000 എക്സസ് ഉണ്ട്. ഈ 50,000 നമുക്ക് CGSTയോ SGSTയോ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ 6,50,000 നിന്ന് 6 lakhs എടുത്തു കഴിയുമ്പോൾ ബാക്കി നമുക്ക് എക്സസ് 50,000 ബാലൻസ് വന്നു. ഇപ്പൊ നമ്മുടെ ഒരു ലയബിലിറ്റിയുടെ ഒരു പൊസിഷൻ നോക്കിയാൽ
ഇൻപുട്ട് IGST നമുക്ക് 50,000 ക്രെഡിറ്റ് കിടപ്പുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിടപ്പുണ്ട്. ദെൻ നമുക്ക് ലയബിലിറ്റി ആയിട്ട് CGST 1,20,000 ഉണ്ട്, SGST 1,20,000 ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ സെറ്റ് ഓഫ് നടത്താം. ആ സെറ്റ് ഓഫ് നടത്തുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് CGSTയുടെ സെറ്റ് ഓഫിലേക്ക് IGSTയിൽ ബാക്കിയുള്ള 50,000 ഉപയോഗപ്പെടുത്താം. അപ്പൊ ഈ 50,000 എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ CGST സെറ്റ് ഓഫ് ചെയ്യാനും SGST സെറ്റ് ഓഫ് ചെയ്യാനും രണ്ടിനും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 50,000 നമുക്ക് 25,000 ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 30,000 10,000 ആയിട്ട് ഉപയോഗിക്കാം. ഇതും അല്ലെങ്കിൽ നമുക്ക് CGST സെറ്റ് ഓഫ് ചെയ്യാൻ മാത്രമായിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ഇഷ്ടം പോലെ അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് CGSTയും SGSTയും 1,20,000 വീതം കൊടുക്കാനുണ്ട്. ദെൻ നമ്മുടെ കയ്യിൽ IGSTയുടെ എക്സസ് ഉള്ളത് 50,000 ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിന് CGST കൊടുക്കാം. CGSTയിലേക്ക് ആ എക്സസ് ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 1,20,000ലേക്ക് നമ്മൾ ഈ 50,000 എടുത്തു. ഈ 50,000 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ എക്സസ് കിടക്കുന്ന 50,000 എടുക്കുന്നു. ഇപ്പൊ നമ്മുടെ ലയബിലിറ്റി CGSTയിൽ ലയബിലിറ്റി ബാക്കിയുള്ളത് 70,000ഉം SGST 1,20,000ഉം ആണുള്ളത്. ഇനി നമ്മുടെ CGST ബാലൻസ് കിടപ്പുണ്ടല്ലോ, നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. ഇൻപുട്ട് CGST 80,000 ഉണ്ട്, ഇൻപുട്ട് SGST 80,000 ഉണ്ട്. അത് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇൻപുട്ട് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST രണ്ടിനും 80,000 വീതം ബാക്കിയുണ്ട്. ഇപ്പൊ നമുക്ക് CGST നമ്മൾ 70,000 കൊടുക്കാനുള്ളൂ. പക്ഷെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 80,000 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നു 10,000 എക്സസ് വന്നു. ദെൻ SGSTയിലേക്ക് വരുമ്പോൾ 1,20,000 ആയിരുന്നു നമ്മുടെ ലയബിലിറ്റി, 80,000 നമുക്ക് ഇൻപുട്ട് ടാക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ലയബിലിറ്റി ബാക്കിയുണ്ട് 40,000. ഇപ്പൊ ഇതിന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണിക്കുന്നത്? ഈ 40,000 നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, കറണ്ട് ലയബിലിറ്റി ആയിട്ട്. ദെൻ 10,000 നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്, അതിനെ കറണ്ട് അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. Assume a business has the following GST liabilities and input tax credit. അപ്പോൾ ഒരു ബിസിനസിന്റെ GST ലയബിലിറ്റീസും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകളും ആണ് പറയുന്നത്. ഔട്ട്പുട്ട് IGST ഉള്ളത് 48,000 ആണ്. ദെൻ ഔട്ട്പുട്ട് CGST ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായാലും ഇത് ലയബിലിറ്റി ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സെയിൽസുമ വരുന്നതാണ്, നമുക്ക് ലയബിലിറ്റി ആണ്. ദെൻ ഔട്ട്പുട്ട് CGST 42,000 ആണ്, ഔട്ട്പുട്ട് SGST 42,000 ആണ്. ദെൻ ഇൻപുട്ട് IGST നമുക്കുള്ളത് 30,000, ദെൻ CGST 58,000, SGST 58,000. ഷോ ദ സെറ്റ് ഓഫ് പ്രൊസീജിയർ. അപ്പൊ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, IGSTയുടെ ഇൻപുട്ടിനെ നമുക്ക് എല്ലാത്തിലേക്കും സെറ്റ് ഓഫ് ചെയ്യാൻ, അതായത് IGST ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. ഇതിന് നമുക്ക് എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇത് മൂന്നും സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനും ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനും ഔട്ട്പുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നോക്കേണ്ടുന്നത് നമുക്ക് IGST കൂടുതലുണ്ടോ, അതായത് ഇൻപുട്ട് IGST ഔട്ട്പുട്ട് IGSTയേക്കാൾ കൂടുതലുണ്ടോ എന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ പക്ഷെ കുറവേ ഉള്ളൂ. ഔട്ട്പുട്ട് IGST 48,000 ഉണ്ട്, ഇൻപുട്ട് IGST ഇവിടെ 30,000 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ IGST ഫുള്ള് കൊടുത്ത് തീർത്തതിന് ശേഷമാണ് ഇവിടെ നോക്കിയേ, കണ്ടോ IGST 6,50,000 എക്സസ് ഉണ്ടായിരുന്നു. ഈ ലയബിലിറ്റിയേക്കാൾ കൂടുതൽ ഇവിടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ 50,000 എക്സസ് വന്നത് അത് കൊടുത്ത് തീർത്തതിന് ശേഷമാണ് നമ്മുടെ CGSTയും SGSTയുടെ സെറ്റ് ഓഫ് പ്രൊസീജിയർ ഇൻപുട്ട് ടാക്സ് എടുത്തുള്ളൂ. ഇവിടെ അല്ല, ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഔട്ട്പുട്ട് IGST ആണ് അധികം ഉള്ളത്, അതിനനുസരിച്ചിട്ട് ഇൻപുട്ട് IGST കുറവാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് സെറ്റ് ഓഫ് നടത്താം. നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. ഔട്ട്പുട്ട് IGST 48,000 ഉണ്ട്, CGST 42,000 ലയബിലിറ്റി ഉണ്ട്, SGST 42,000 ലയബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് IGST അധികമില്ലാത്തത് കൊണ്ട് എല്ലാ ഇൻപുട്ട് GSTകളും എടുത്ത് എഴുതാം. ഇൻപുട്ട് IGST വരുന്നത് 30,000, ഇൻപുട്ട് CGST വരുന്നത് 58,000. ഇതാ നോക്കൂ, കണ്ടോ, ഇൻപുട്ട് CGST 58,000, അഗൈൻ ഇൻപുട്ട് SGSTയും 58,000. അപ്പൊ അതെല്ലാം എടുത്തു. നമുക്ക് സെറ്റ് ഓഫ് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യാം.
അതേസമയത്ത് IGST കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുമിച്ച് സെറ്റ് ഓഫ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് സെറ്റ് ഓഫ് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നോക്കൂ. 48,000 ആയിരുന്നു നമ്മുടെ IGSTയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ അത് 18,000 ആയിട്ട് കുറഞ്ഞു. ദെൻ CGSTയുടെ കേസിൽ നമുക്കിവിടെ ഇൻപുട്ട് ടാക്സ് ആണ് കൂടുതലുള്ളത്. 16,000 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. SGSTയുടെ കേസിലും അതേപോലെ തന്നെ നമുക്ക് 58,000ഉം 42,000 നമ്മുടെ ഡിഫറൻസ് 16,000 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അഥവാ എക്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നതാ എന്താ സെറ്റ് ഓഫിന്റെ റൂള്. IGST ഔട്ട്പുട്ട് കിടപ്പുണ്ടെങ്കിൽ ഔട്ട്പുട്ട് IGST ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ ഏതൊക്കെ ഉപയോഗിക്കാം. ഇൻപുട്ട് IGST ഉപയോഗിക്കാം, ഇൻപുട്ട് CGST ഉപയോഗിക്കാം, ഇൻപുട്ട് SGSTയും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇവിടെ നമുക്ക് എക്സസ് CGST ഇൻപുട്ട് 16,000 എക്സസ് ഉണ്ട്, SGST ഇൻപുട്ടും 16,000 എക്സസ് ഉണ്ട്. അപ്പൊ നമുക്കത് IGSTയിലേക്ക് ആദ്യം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 18,000 ആണ് നമുക്ക് IGSTയിൽ നമുക്ക് എക്സസ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 16,000നെ ഇങ്ങോട്ടേക്ക് ഈ CGSTയിലെ എക്സസ് കിടക്കുന്ന അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിടക്കുന്ന എമൗണ്ട് ഫുൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് സെറ്റ് ഓഫിന് ഉപയോഗിക്കാം. സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് IGST 16,000. ഇപ്പൊ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് വീണ്ടും IGSTയിൽ നമുക്ക് ബാലൻസ് 2,000 ലയബിലിറ്റി ആയിട്ട് തന്നെ കിടക്കുകയാണ്. ദെൻ CGST കംപ്ലീറ്റ് കഴിഞ്ഞു. SGSTയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എക്സസ് ഉണ്ട് 16,000 ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് ഈ 2,000 ലയബിലിറ്റി ഉള്ളത് ആ 2,000 നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഈ 16,000 നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇതിലേക്ക് IGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പൊ നമ്മൾ ആ 2,000 എടുക്കുമ്പോൾ ഇപ്പൊ IGSTയിലുള്ള ലയബിലിറ്റി തീർന്നു. ദെൻ SGSTയിൽ നമുക്ക് 14,000 ഇപ്പോഴും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അഥവാ നമുക്ക് ലയബിലിറ്റി അല്ല എക്സസ് ആണുള്ളത്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുന്നു. ഇനി നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൽ ഈ അഡ്ജസ്റ്റ്മെന്റോട് കൂടിയുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിൽ ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് C ജയകൃഷ്ണൻ ആസ് ഓൺ 31/3/2025. Prepare trading and profit and loss account and balance sheet as on that date. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഫൈനൽ അക്കൗണ്ട്സിന്റെ വീഡിയോസ് കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ ട്രയൽ ബാലൻസ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഓരോന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അറിയണം. ഏതൊക്കെ ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്, ഏതൊക്കെ ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ വരുന്നു എന്നുള്ളത് നമുക്കിത് ഓരോന്നും കണ്ട് നമുക്ക് അറിയാൻ പറ്റണം. നമുക്ക് എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റുകളും തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31/3/2025 വാസ് 32,000. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഉണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ദെൻ ബിൽഡിങ്ങിന്, ഫർണിച്ചറിന്, മോട്ടോർ വാനിനൊക്കെ ഡിപ്രിസിയേഷൻ ഉണ്ട്. അതുപോലെ ഡൗട്ട്ഫുൾ ഡെപ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊവിഷൻ വേറൊരു വാക്കാണ്, റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 5%. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പം നമുക്ക് നോർമലി അറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും, ദെൻ ഡെബിറ്റിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതായത് ആ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്സ്പെൻസുകൾ, അതിനാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതൊക്കെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് ആദ്യം കിടക്കുന്നതൊക്കെ. ക്യാപിറ്റൽ, ബിൽഡിങ്, ഡ്രോയിങ്സ്, ലോണ്, ദെൻ ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ദെൻ കമ്മീഷൻ, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കമ്മീഷന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഇൻകം ആണ്. ദെൻ സെയിൽസ്, പർച്ചേസസ് ഒക്കെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം ആണ്. വേജസ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റം ആണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം ആണ്. ദെൻ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ബാലൻസ് ഒക്കെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഇനി നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച അഡ്ജസ്റ്റ്മെന്റ് ഇതിലുണ്ട്. ഇൻപുട്ട് CGST ഉണ്ട്, ഇൻപുട്ട് SGST ഉണ്ട്, ഇൻപുട്ട് IGST ഉണ്ട്, ഔട്ട്പുട്ട് CGST ഉണ്ട്, ഔട്ട്പുട്ട് SGST ഉണ്ട്, ഔട്ട്പുട്ട് IGST ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കണ്ടോ, ഇതിനൊക്കെയും ഔട്ട്പുട്ടിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇൻപുട്ടിനൊക്കെ
ഡെബിറ്റ് ബാലൻസും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റ് ഓഫ് നടത്തണം. നേരത്തെ പഠിച്ച അതേ പ്രൊസീജിയറിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ സെറ്റ് ഓഫ് നടത്തുക. അപ്പോൾ നോക്കുക, 6,000, 6,000, 8,000, അതായത് IGST 8,000ഉം ബാക്കി രണ്ടെണ്ണം CGSTയും SGSTയും 6,000ഉം ആണുള്ളത്. അതുപോലെ സെറ്റ് ഓഫിന് ഇൻപുട്ട് IGST നോക്കൂ, 4,800 ഉള്ളൂ. നമ്മൾ ആദ്യമേ നോക്കണം. ഔട്ട്പുട്ട് IGST 8,000 ആണ്. അതിനേക്കാൾ കൂടുതൽ ഇൻപുട്ട് IGST ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലല്ലോ. അപ്പം നമുക്ക് സെറ്റ് ഓഫ് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അല്ല, ഇത് കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഇൻപുട്ട് IGST കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ, 8,000നേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അത് ഫുള്ള് സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടേ നമുക്ക് CGSTയിലേക്കും SGSTയിലേക്കും കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ഒരുമിച്ച് നടത്താൻ പറ്റും. കാരണം 8,000 ആണ് നമുക്ക് ഔട്ട്പുട്ട് IGST, നമുക്ക് ഇൻപുട്ട് IGST ആയിട്ട് 4,800 ഉള്ളൂ, കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് പ്രൊസീജിയർ ഒരുമിച്ച് നടത്താൻ പറ്റും. അപ്പോൾ നോക്കൂ, ഔട്ട്പുട്ട് GSTകൾ ഏതൊക്കെയാണ്? IGST 8,000, CGST 6,000, SGST 6,000. ദെൻ നമുക്ക് ഒരുമിച്ച് സെറ്റ് ഓഫ് നടത്താം, ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് IGSTയുടെ എമൗണ്ട് ഔട്ട്പുട്ട് IGSTയേക്കാൾ കുറവാണ്, ഇൻപുട്ട് IGST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചെടുത്ത് എഴുതി 4,800, ദെൻ 10,100, 10,100. ഇതാ ഇവിടെ നോക്കിയേ, ഇൻപുട്ട് CGST 10,100, ഇൻപുട്ട് SGST 10,100. അതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നത്. 10,100, 10,100. ഇപ്പൊ നമ്മുടെ സെറ്റ് ഓഫ് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് എങ്ങനെയാ വരുന്നത്? IGSTക്ക് നമുക്ക് ലയബിലിറ്റി ആണ് വീണ്ടും 3,200. പക്ഷേ CGST എടുത്താലും SGST എടുത്താലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്, അഥവാ നമുക്ക് എക്സസ് ആണ് 4,100 വീതം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്ക് CGSTയും SGSTയും എന്തിലേക്ക് ഉപയോഗിക്കാം? IGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ 4,100 നിന്ന് 3,200 എടുത്തിട്ട് ഈ IGST സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. കാരണം ഇവിടെ 3,200 ലയബിലിറ്റി ഉള്ളൂ, അത്ര എടുത്താൽ മതി, ഉള്ള ലയബിലിറ്റി അല്ലേ കൊടുക്കണ്ടു. അപ്പൊ നമുക്ക് ഈ 4,100 നിന്നും 3,200 നമ്മൾ എടുക്കുന്നു. അപ്പോൾ ബാക്കി ഇനി ഇവിടെ നമുക്ക് CGSTയിൽ ബാക്കി നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ എക്സസ് നമുക്ക് 900 ഉള്ളൂ. IGSTയിൽ നമുക്ക് ലയബിലിറ്റി ഇല്ല. ദെൻ SGSTയിലുള്ള 4,100 നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്, അഥവാ അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് CGST ആയിട്ട് 900ഉം ഇൻപുട്ട് SGST ആയിട്ട് 4,100ഉം കറണ്ട് അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓരോ ഐറ്റംസ് കേട്ടോ. അതെ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 25,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000. ദെൻ നെക്സ്റ്റ് ആയിട്ട് എപ്പോഴും പർച്ചേസസ് ആണ് 75,000. ദെൻ പിന്നെ വരുന്നത് വേജസ് ആണ് 2,000. നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, ദെൻ പർച്ചേസസ് 75,000. വേജസിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഐറ്റംസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ എന്ന് തരംതിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ വേജസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു ടിക്ക് ഇട്ട് വെക്കുക. പ്രീപെയ്ഡ് ഇൻഷുറൻസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഇൻഷുറൻസിന്റെ അടുത്ത് നമ്മളൊരു ടിക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ കമ്മീഷൻ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കിടക്കുന്നത്. അപ്പൊ കമ്മീഷൻ നമ്മളൊരു ടിക്ക് ഇട്ട് വെക്കുക. ദെൻ ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ വാനിനൊക്കെ ഡിപ്രിസിയേഷൻ. അപ്പൊ ആ ഐറ്റംസിനൊക്കെ നമ്മൾ ഒരു ടിക്കറ്റ് വെച്ചാൽ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. അതുപോലെ ഡൗട്ട്ഫുൾ ഡെപ്സിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഡെറ്റേഴ്സും ഒരു ടിക്കറ്റ് വെക്കുക. അപ്പൊ നമുക്കിവിടെ വേജസ് ആണ് അടുത്ത ഐറ്റം പറഞ്ഞത്. വേജസ് 2,000 ആണ്. പക്ഷെ അതിന് എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് വേജസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതായിട്ടാണെങ്കിലും അവിടെ നമ്മൾ ആഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പ്രീവിയസ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേജസ് 2,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പൊ 2,500 വന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റംസ് ആണ് സാധാരണയായി വരുന്നത്, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പൊ നമുക്ക് അതിന്റെ എമൗണ്ട് എവിടെയാന്ന് നോക്കാതാ. സെയിൽസ് 1 lakh ആണ് സെയിൽസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രയൽ ബാലൻസിന്റെ പുറത്ത് വരുന്ന എല്ലാ ഐറ്റംസും രണ്ട് സ്ഥലത്ത് വരണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഇപ്പൊ നമ്മൾ വേജസ് പറയുമ്പോൾ പറഞ്ഞല്ലോ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, അതാണ് ട്രയൽ ബാലൻസിന്റെ പുറത്ത് അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് നമ്മൾ രണ്ട് സ്ഥലത്ത് പറഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിൽ
ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇതാ നമുക്ക് 1,32,000. ഇപ്പം നമ്മൾ രണ്ട് സൈഡും കൂടെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഈ രണ്ട് സൈഡും കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കൂ, ഡെബിറ്റ് സൈഡിൽ 25ഉം 75ഉം എന്ന് പറയുമ്പോൾ 1 lakh, പിന്നെ 2,500. അപ്പോൾ 1,02,500 ഉള്ളൂ. ഇവിടെ നോക്കൂ 1,32,000 ഉണ്ട് ടോട്ടൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് താഴത്തേക്ക് എഴുതുന്നു. ദെൻ ഇപ്പുറത്തേക്ക് അതിനടുത്ത് എഴുതിയിട്ട് അതിൽ നിന്നും ഈ ഐറ്റംസ് എല്ലാം നമ്മൾ കുറക്കുന്നു, ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതായത് 1,32,000 മൈനസ് 25,000 മൈനസ് 75,000 മൈനസ് 2,500. ഇപ്പൊ നമുക്ക് 29,500 കിട്ടി. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമല്ല കേട്ടോ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എഴുതുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇല്ല കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്യലില്ല. ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ പേജ് അവസാനിക്കുന്നത് കൊണ്ട് കട്ടിങ് വന്നേക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ഇതാ 29,500. ഇതാ ഇവിടെ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ്. നമ്മുടെ ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, ഇതിന്റെ കണ്ടിന്യൂവേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇറക്കി എഴുതി ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 29,500. ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് ഡെബിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടിക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ആ അഡ്ജസ്റ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കുക, നമുക്ക് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്നുള്ളത്. ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ലോണിന്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ലോണുമ്മ ശ്രദ്ധിക്കുക, ഇതിലെ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആണ്. എന്താണ് ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ലോണോ ഇൻട്രസ്റ്റോ ഡെപ്പോസിറ്റോ ഒക്കെ പെർസെൻറ്റേജോട് കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ചിലപ്പോൾ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറവ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കൺഫേം ചെയ്യണം ഫുൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇപ്പൊ ഇവിടെ 12% ലോൺ ആണ്, 15,000 ആണ് ലോണിന്റെ എമൗണ്ട്. അപ്പൊ ഈ 15,000ന്റെ 12% ഒരു വർഷം ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന എത്രയേ ഉള്ളൂ? 900 കൊടുത്തിട്ടുള്ളൂ. അത് തന്നെയാണോ എന്ന് നോക്കുക. അതായത് 15,000ന്റെ 12% 900 അല്ല എങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ്, കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ കൊടുക്കണം. അപ്പൊ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്ലൈഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ദെൻ കമ്മീഷൻ ഇൻകം കിടപ്പുണ്ട്. അപ്പൊ തന്നെ ശ്രദ്ധിക്കുക, കമ്മീഷൻ നമ്മൾ പറഞ്ഞതാ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താ ചെയ്യേണ്ടത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പൊ നമ്മൾ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ദെൻ പിന്നെ വരുന്ന ഐറ്റം എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് വരുന്നുണ്ട്, അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇൻഷുറൻസ് വരുന്നുണ്ട്, ആ ഇൻഷുറൻസിന് നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? കൺസേൺഡ് എക്സ്പെൻസ് അഥവാ ഇൻഷുറൻസിൽ നിന്നും പ്രീപെയ്ഡ് ലെസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. ദെൻ പിന്നെ നമുക്ക് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ആ ഡിപ്രിസിയേഷൻ. ഡെറ്റേഴ്സുമ്പോൾ നമ്മൾ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 28,100 ആണ്. അതുമ്പോൾ നമ്മൾ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ ഫർണിച്ചറിനും ബിൽഡിങ്ങിന് 5%, ഫർണിച്ചറിന് 10%, മോട്ടോർ വാനിന് 20% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ഡിപ്രിസിയേഷൻ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പെർസെൻറ്റേജിൽ ചാർജ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇത് നമ്മൾ പറഞ്ഞു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ലോണിന്റെ എമൗണ്ട് 15,000 ആണ്. അതിന്റെ 12% എന്ന് പറഞ്ഞാൽ 1,800 rupees ആണ്. പക്ഷെ ഇൻട്രസ്റ്റ് എത്ര കൊടുത്തിട്ടുള്ളൂ എന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് 900 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1,800 മൈനസ് 900 എന്ന് പറയുന്നത് 900 എന്താണ്? കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുക്കേണ്ടതാണ്. 900 ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നോക്കൂ, ഇവിടെ 900 കൊടുത്തിട്ടുള്ളൂ. 15,000ന് 12% കൊടുക്കണം. 15,000ന് 12% എന്ന് പറയുന്നത് 1,800 ആണ്. അപ്പൊ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണ് അതിന്റെ കൂടെ 900 ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടെ ആഡ് ചെയ്തു. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് എടുത്തെഴുതി, ഇൻഷുറൻസിൽ നിന്നും പ്രീപെയ്ഡ് ലെസ് ചെയ്തു. ദെൻ ഡൗട്ട്ഫുൾ ഡെപ്സിന് ഡെപ്റ്റേഴ്സും 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മളവിടെ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കണ്ടിരുന്നു 28,100. ഈ 28,100 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു.
ദെൻ ഇനി ഇവിടെ വരുന്നത് നമ്മുടെ കമ്മീഷൻ ആണ്. അവിടെ ഒരു ഐറ്റം നമ്മൾ കണ്ടിരുന്നു, ദ കമ്മീഷൻ റിസീവ്ഡ് 7500. ദെൻ ഇതുമ്മ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യണം. ഇനിയും നമ്മൾ അഗൈൻ നമുക്ക് അക്കൗണ്ട് ബാലൻസിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക ഏതാണ് കൂടുതലെന്ന്. അപ്പൊ നമ്മൾ ഈ സൈഡ് നോക്കൂ, ഇവിടെ 6 7 അതായത് ഒരു 8300, 23,300 അല്ലെങ്കിൽ 24, ഒരു 25 സംതിങ്ങേ ഉള്ളൂ, 25,000 സംതിങ്ങേ ഉള്ളൂ. ഈ സൈഡിൽ നമ്മളിപ്പോൾ എഴുതിയ അത്രയും ഐറ്റംസ് ഇവിടെ വരെയുള്ള ഐറ്റംസിനെ. ദെൻ ഇവിടെ നോക്കുമ്പോൾ നോക്കൂ 29 + 6 എന്ന് പറയുമ്പോൾ തന്നെ 35,000 സംതിങ് ആയി. അപ്പൊ നമുക്ക് ഈ സൈഡാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഇറക്കി എഴുതുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു 36,200. അതിപ്പുറത്തേക്ക് നേരെ എടുത്തെഴുതി. ദെൻ ഈ 36,200 നിന്നും ഈ ഓരോ ഐറ്റംസും നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആണ് 10,795. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നേരെ തിരിച്ച് നമുക്ക് ഈ സൈഡ് കൂടുതലും ഇവിടെ ബാലൻസും വന്നാൽ നെറ്റ് ലോസ് ആണ്. ഈ കേസിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് 10,795. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം അത് ഓണർക്ക് അവരുടെ ക്യാപിറ്റൽ കൂടുകയാണ്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ദെൻ നമ്മൾ ഏതൊക്കെയാണ് ലയബിലിറ്റീസ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം ലയബിലിറ്റി സൈഡ് നോക്കാം. ലയബിലിറ്റീസ് നമുക്ക് വരുന്നത് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ദെൻ ലോൺ ഉണ്ട്. ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്രെഡിറ്റേഴ്സ് നേരിട്ട് എഴുതാം. ലോണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് എന്താ ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് ഇൻട്രസ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് വേജ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലയബിലിറ്റി ആണ്. അപ്പൊ ആ ലയബിലിറ്റികളൊക്കെ നമുക്ക് എടുത്ത് കാണിക്കണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 10,000, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട് 500, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 800 ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട് 900. ദെൻ നമുക്ക് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്നും നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നും തരംതിരിക്കും. നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാപിറ്റലും 1,05,000 ആണ് ക്യാപിറ്റൽ. ഒന്നുകൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 1,05,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ. ദെൻ നമ്മൾ ക്യാപിറ്റലിനോട് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, ദെൻ ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 97,795. ദെൻ നമ്മുടെ ലോൺ എന്ന് പറയുന്നത് ലോങ് ടേം നോൺ കറണ്ട് ലയബിലിറ്റി ആണ് 15,000. ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തു, അത് കറണ്ട് ലയബിലിറ്റി ആണ്. ദെൻ ലോൺ എമൗണ്ട് ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മളിവിടെ കാണിച്ചു. ഇനി നമ്മൾ കറണ്ട് അസറ്റ്സിലേക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കറണ്ട് അസറ്റ്സ് ആണ് കാണിക്കേണ്ടുന്നത്. ആദ്യം ക്യാഷ് അറ്റ് ബാങ്ക് ആണ് വരുന്നത്. 20,000 ആണ് ക്യാഷ് അറ്റ് ബാങ്ക്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 32,000. ഡെപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്ഫുൾ ഡെപ്സിന്റെ പ്രൊവിഷൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഡൗട്ട്ഫുൾ ഡെപ്സിന് നമ്മൾ 1,405 രൂപ, അതായത് 28,100 ആണ് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട്. അതുമ്പോൾ നമ്മൾ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് 1,405. അത് നമ്മൾ ലെസ് ചെയ്തു. 28,100 നിന്ന് ആ എമൗണ്ട് ലെസ് ചെയ്തപ്പോൾ നമുക്ക് 26,695 കിട്ടി. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ GST സെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു CGSTയിൽ 900 എക്സസ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, SGSTയിൽ 4,100 ഉണ്ട്. ദെൻ നോൺ കറണ്ട് അസറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ബിൽഡിംഗ് അതിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നു. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു. അപ്പോൾ 7,500 നിന്നും നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതി. മോട്ടോർ വാനും ഇതേപോലെ തന്നെ നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്. നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് ചാർജ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള എമൗണ്ട് ലെസ് ചെയ്തിട്ട് എഴുതി. ഇപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും ടാലി ആവും. നമ്മൾ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. രണ്ട് സൈഡും ടാലി ആവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.